ഹലോ അഗെയിൻ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളിൽ തടസ്സം സൃഷ്ടിക്കുന്ന, നമ്മളെ എല്ലാ കഴിവുകളും പുറത്തെടുക്കാൻ നമ്മളെ അനുവദിക്കാത്ത ലിമിറ്റിംഗ് ബിലീഫ്സില്ലേ, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ സമയത്തും നമ്മൾ ആലോചിക്കും, ഓക്കെ എനിക്ക് വിജയിക്കണം, എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ നേടണം, അപ്പോൾ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാം, ഞാൻ ഡിസിപ്ലിൻ കൊണ്ടുവരും, ഞാനൊരു ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്യും. പക്ഷെ ഒരു കാര്യം നമ്മൾ എന്താ മറന്നു പോകുന്നത്? എന്താണ് ഒഴിവാക്കേണ്ടത്? നമ്മളുടെ വിജയത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ സമാധാനത്തിനോ സന്തോഷമോ നമുക്ക് കിട്ടുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? അതാണ് നമ്മൾ മറന്നു പോകുക അല്ലേ? സോ അതുകൊണ്ടാണ് ലിമിറ്റിംഗ് ബിലീഫ് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. നമ്മളെ ഈ തടസ്സം സൃഷ്ടിക്കുന്ന ഈ ചിന്തകൾ നമ്മളെ ഗാർഡനിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിലെ കളകളെ പോലെയാണ്. സോ നമ്മൾക്കറിയാം, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളൊരു ചെടി നട്ടൊരു പൂന്തോട്ടം ഉണ്ടാക്കാൻ വിചാരിച്ചു നിങ്ങൾ അല്ലേ? അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ചെടീനേക്കാളും ഫാസ്റ്റായിട്ട് കളയാണ് വളരുക. നമ്മളാ കള പറിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ആ ചെടികൾ വളരുമോ? ഇല്ലല്ലോ. വളരെ ബേസിക്കായിട്ടുള്ളൊരു കാര്യമാണല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളെ മനസ്സിലെ ചിന്തകളും. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ മനസ്സിലെ കളകളെ പറിച്ച് എങ്ങനെ കളയാം. സോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? നിങ്ങൾ എന്താണ് നിങ്ങളോട് തന്നെ ഓവർ ആൻഡ് ഓവർ അഗെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ സ്മാർട്ടല്ല, ഞാൻ അത്ര ലക്കിയായിട്ടുള്ള ആളല്ല, എല്ലാ കാര്യങ്ങളും എനിക്ക് തടസ്സമാണ്, കാര്യങ്ങളൊന്നും ഞാൻ വിചാരിച്ച വഴിക്ക് ഒരിക്കലും വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ എല്ലപ്പോഴും മനസ്സിൽ പറയുകയും വിചാരിക്കുകയും ചെയ്യുന്ന ആളാണോ നിങ്ങൾ? എനിക്കൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയോ? അവർക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളതാണ്. പക്ഷേ എല്ലാ സമയത്തും അവരെന്താ പറയുകയെന്നറിയോ? ഞാൻ കാണുമ്പോഴൊക്കെ ചോദിക്കുമോ, നിങ്ങൾ തുടങ്ങിയോ? അന്നേരം പറയും, നോ ഞാൻ തുടങ്ങിയില്ല, ഞാൻ ആ ഫോണ് സെയിൽ വരാൻ കാത്തിക്കുക, ആ ഫോണും എനിക്കൊരു സ്റ്റാൻഡും വാങ്ങിക്കണം, എന്നിട്ട് വേണം തുടങ്ങാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാൻ അവരെ കണ്ടിട്ട് ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു 4 months 6 months എന്തോ ആയി. ഈ 4 months 6 months ഇടയ്ക്ക് ഒരു സിംഗിൾ വീഡിയോ പോലും അവർ അപ്ലോഡ് ചെയ്തിട്ടില്ല. അവർക്ക് ഐഡിയയും അല്ലെങ്കിൽ പാഷനൊന്നും ഇല്ലായിട്ടല്ല, അവർക്ക് ഐഡിയ ഉണ്ട് എന്നതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ദാറ്റ് ബിലീഫ്, അവരുടെ മനസ്സിലുള്ള ബിലീഫ്, അതായത് അവരുടെ കയ്യിലുള്ള ഫോണിൻ്റെ ക്ലാരിറ്റി ഇനഫ് അല്ല ടു ബ്രിങ് ഓർ ടു ക്രിയേറ്റ് അവരുദ്ദേശിക്കുന്ന വീഡിയോ ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഈ ലിമിറ്റിംഗ് ബിലീഫ് എന്നുള്ള കാര്യം അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമോ? ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഇതേപോലുള്ള ചിന്തകൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം. അതായത് ഞാൻ എന്നോട് എന്നെ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? ഇത് ശരിയാണോ? അല്ല ഞാൻ എന്നോട് തന്നെ ഒരു ഒഴിവ് കഴിവുകൾ പറഞ്ഞ് എൻ്റെ കാര്യങ്ങൾ മാറ്റി വെക്കുന്നതാണോ? സോ എന്നോട് ആ പേഴ്സൺ അവർക്ക് ഫോണില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞ്, നിങ്ങൾക്കറിയോ, അതായത് ലോകത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്രിയേറ്റേഴ്സിനൊന്നും ഐഫോണിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഉണ്ടായിട്ടില്ല. അവർ തുടങ്ങുന്ന സമയത്ത് അവരവരുടെ കയ്യിലുള്ള ഒരു ഓൾഡ് ഫോണോ അല്ലെങ്കിൽ ഒരു ബേസിക്കായ ക്യാമറ യൂസ് ചെയ്തിട്ടാണ് അവർ ആദ്യത്തെ വീഡിയോ ഉണ്ടാക്കിയത്, റൈറ്റ്? അപ്പം യു നീഡ് ടു റിയലി തിങ്ക് ചെയ്യണോ, ഫോണാണോ നിങ്ങളെ ഹോൾഡിങ് ബാക്ക് ചെയ്യുന്നത്, ഓർ ഇറ്റ് വാസ് ജസ്റ്റ് യുവർ ലിമിറ്റിംഗ് ബിലീഫ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ഇനഫ്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് മൂന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ അതിനെ റീപ്ലേസ് ചെയ്യണം. എങ്ങനെയാണ്? നമ്മളെ ഉള്ളിൽ ഈ ഇടുന്ന, നമ്മളെ വേവലാതിപ്പെടുത്തുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും സെൽഫ് ഡൗട്ടും എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഒരു കള പോലെയാണ്, നമ്മളതിനെ എടുത്തു കളയണമെന്ന്. എന്നിട്ട് അതിനെ എടുത്തു കളഞ്ഞാൽ മാത്രം പോരാ, ആ സ്ഥലത്ത് നമ്മൾ പുതിയ തോട്ട് പ്രോസസ്സ് കൊണ്ടുവരണം. അതായത് നിങ്ങളിപ്പം പറയാം, ഞാൻ തീരെ സ്മാർട്ടല്ല, എന്നെക്കൊണ്ടൊന്നും ആവില്ല എന്നാണ് നിങ്ങളെ മനസ്സിലപ്പം പറയുന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി സേ ദിസ്, ഞാൻ വളരെ സ്മാർട്ടാണ്, എന്നെക്കൊണ്ട് എന്തും പറ്റും. ഇങ്ങനത്തെ ചിന്ത വരുന്ന സമയത്ത് അതിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പറയാം. നമ്മളെ സുഹൃത്തിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ബെസ്റ്റ് ക്യാമറ വരുന്നവരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല വീഡിയോ ചെയ്യാൻ.
എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ഞാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. അതായത് എൻ്റെ ഫ്രണ്ട് എന്താ പറയുന്നത്, എനിക്കൊരു പെർഫെക്റ്റ് സെറ്റപ്പിൻ്റെ ആവശ്യമില്ല, മാറ്റർ ചെയ്യുന്നത് എൻ്റെ ഐഡിയയും എൻ്റെ കൺസെപ്റ്റും എൻ്റെ അറിവ് മറ്റുള്ള ആൾക്കാരുമായിട്ട് പങ്കിടാനുള്ള എൻ്റെ വില്ലിങ്നെസ്സുമാണ് അല്ലേ? അങ്ങനത്തെ ആ ചിന്ത വരുമ്പോഴാണ് ആ പേഴ്സൺ ആ വീഡിയോ ഉണ്ടാക്കുക. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. സംതിങ് നീഡ് ടു ബി ഷിഫ്റ്റഡ്. നമ്മളെ മനസ്സിലുള്ള ആ വേരുറച്ച് കിടക്കുന്ന ആ ചിന്ത നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. വലിയ മാറ്റങ്ങളൊന്നുമല്ല വരിക, ചെറിയ മാറ്റങ്ങളാണ് വരിക. ആ ചെറിയ മാറ്റങ്ങളാണ് പിന്നീട് വലിയ മാറ്റമായിട്ട് മാറുക. അപ്പം നിങ്ങൾ ഒരു ദിവസം പറഞ്ഞ് 2 ദിവസം പറഞ്ഞ് അതേപോലെ ഈ പുതുതായി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന നിങ്ങളെ വിശ്വാസം, നിങ്ങളെ ബിലീഫില്ലേ, അത് നിങ്ങൾ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾ പറയണം. എന്താണ് നിങ്ങൾ ഇല്ലയെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഉണ്ട് എന്ന് നിങ്ങൾ മാനസികമായി പറയണം. പിന്നെ നമ്മളെ മനസ്സൊരു ഓവർനൈറ്റൊന്നും ചേഞ്ച് ചെയ്യില്ല. ഇത് റിപ്പീറ്റേഷനിലൂടെയാണ് വ്യത്യാസം കാണുള്ളൂ. നമ്മളെ ബിലീഫ് ദിവസവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തെളിവുകൾ നമ്മളെ ലൈഫിൽ വന്നു തുടങ്ങും. യു ക്യാൻ ടെൽ യുവർ സെൽഫ്, യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. എന്തൊക്കെ തരത്തിലാണോ നിങ്ങൾക്കത് ഉറപ്പിക്കാൻ കഴിയുക, ആ തരത്തിലൊക്കെ നിങ്ങൾ അത് ഉറപ്പിക്കാൻ ശ്രമിക്കുക. ഇത്രയും ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതായത് നമ്മളെ മനസ്സില്ലേ, നമ്മളെന്താണോ നമ്മുടെ ഉള്ളിൽ നമ്മളെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് നമ്മളെ മനസ്സ് വിശ്വസിക്കും. സോ നിങ്ങൾ റിയലി ശ്രദ്ധിക്കണം, നിങ്ങൾ എന്താണ് നിങ്ങളെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ ആവില്ല എന്നാണ് മനസ്സിൽ കഥയെങ്കിൽ എന്നെക്കൊണ്ടാവും എന്ന് കാര്യം വേണം പറഞ്ഞുകൊണ്ടിരിക്കാൻ. കാരണം ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളെ വിശ്വാസങ്ങളും നമ്മളെ ചിന്തകളുമാണ് നമ്മളെ ജീവിതം ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈഫിൽ മിറാക്കിൾസ് കാണാൻ തുടങ്ങും. ശ്രദ്ധിക്കുക, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം. മോശത്തെ ആൾക്കാരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ മനസ്സിലെ ആ സംസാരം എന്താണെന്ന്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, എല്ലാം നിങ്ങളെ ഇഷ്ടം. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആർക്കും ഉപദ്രവമില്ലാത്തതും എന്നാൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഗുണമുള്ളതുമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ ഗുഡ് ഡേ.